ഡിജിറ്റൽ സർവകലാശാല കേരളയുടെ കീഴിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളുടെ സമഗ്ര ശേഖരണവും ഡിജിറ്റൽ വ്യാപനവും കലാകാരന്മാരുടെ ജീവിത ഉന്നതിയും ഗവേഷണവും ലക്ഷ്യമിട്ട് രൂപീകരിച്ചതാണ് സെന്റർ ഫോർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ കൾച്ചർ CDTC. ഈ സെന്ററിലൂടെ നമ്മുടെ നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക ശേഷിപ്പുകളെ നൂതന സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള വൈവിധ്യമാർന്ന പദ്ധതികളാൽ രൂപകൽപ്പന ചെയ്ത് പൊതുസമൂഹത്തിനും വരും തലമുറയ്ക്കും ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. നവസാങ്കേതികതയും കലയും ഇഴചേരുന്ന ഈ പുതുകാല ദൗത്യത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കേരള ലിവിംഗ് ഹെറിറ്റേജ്, എ ഡിജിറ്റൽ ജേണി. കേരളത്തിന്റെ തനത് കലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ലോക ശ്രദ്ധ ആകർഷിക്കാനും സാംസ്കാരിക വകുപ്പുമായി സഹകരിച്ച് CDTC ഒരുക്കുന്ന ഇന്ററാക്റ്റീവ് പോർട്ടലുകളാണിത്. കലകൾ, കലാസമൂഹവുമായി ബന്ധപ്പെട്ട പ്രകൃതി പശ്ചാത്തലങ്ങൾ, ആശയങ്ങൾ, ഐതിഹ്യങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, പൈതൃകങ്ങൾ, വേഷവിധാനങ്ങൾ, വാദ്യോപകരണങ്ങൾ തുടങ്ങിയ സാംസ്കാരിക വൈവിധ്യങ്ങളെ സംവേദനാത്മകമായ രീതിയിൽ അപഗ്രഥിച്ച് വെബ് സെമാന്റിക്സും ഗ്രാഫിക് വിഷ്വലൈസേഷനും ഉപയോഗിച്ച് ഇതിലൂടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. യുനെസ്കോ മോഡലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിലെ കാലിഡോസ്കോപ്പ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സെൽഫ് എക്സ്പ്ലനേറ്ററി ഇന്ററാക്റ്റീവ് നോളജ് ഗ്രാഫ്. ഇതിനൊപ്പമുള്ള മറ്റൊരു പോർട്ടലിൽ ബയോംസ് എന്ന ശീർഷകത്തിൽ ഒരുക്കിയിരിക്കുന്നത് കലാരൂപങ്ങളെയും അവയ്ക്ക് കൃഷി, മലയോര പ്രദേശങ്ങൾ, പുൽമേടുകൾ, കാടുകൾ, കടലോരങ്ങൾ തുടങ്ങി 9 പ്രകൃതിദത്ത ചുറ്റുപാടുകളുമായുള്ള ജീവിത പരിസര ബന്ധങ്ങളുമാണ്. ആർട്ട് എക്സ്പ്ലോറർ പോർട്ടലിൽ വീഡിയോകളുടെ ഒരു ശേഖരം നൂതന സെർച്ചിംഗ് ടെക്നിക്കുകളുടെ സഹായത്താൽ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. കേരള സർക്കാരിന്റെ സാംസ്കാരിക കാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അക്കാദമികളും ഇതര സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഈ വിവരശേഖരണത്തിനും കേരളീയ സംസ്കൃതിയുടെ കരുതിവെപ്പിനുമായി ഞങ്ങളുമായി സഹകരിക്കുന്നു. പൊതുജനങ്ങളുടെ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും സ്വീകരിക്കാനുള്ള പബ്ലിക് കോൺട്രിബ്യൂഷൻ പോർട്ടൽ വഴി CDTC സമാഹരിക്കുന്ന കലാരൂപങ്ങളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ആധികാരികത ഉറപ്പുവരുത്തുന്നതും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ്. കേരളത്തിന്റെ അഭിവൃദ്ധിക്കും പൈതൃക സംരക്ഷണത്തിനും വേണ്ടി ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ പ്രവർത്തനം സാധ്യമാക്കുന്നതിലൂടെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. കൾച്ചറൽ ഹെറിറ്റേജ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ സയൻസ്, ന്യൂറോളജി, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ഡാറ്റാ സയൻസ്, ബ്രെയിൻ കമ്പ്യൂട്ടിംഗ്, ജനറേറ്റീവ് AI തുടങ്ങിയ വ്യത്യസ്ത മേഖലകളെ സംയോജിപ്പിക്കുകയും പര്യവേഷണം ചെയ്യുകയെന്നതാണ് CDTCയിലെ ഗവേഷണത്തിന്റെ പ്രാഥമിക ദൗത്യം. ഇതിലൂടെ ലോക സാംസ്കാരിക ഭൂപടത്തിൽ നമ്മുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ മാത്രമല്ല, കൂടുതൽ ചലനാത്മകവും പ്രസക്തവുമാക്കാൻ ഇവിടുത്തെ ശാസ്ത്രജ്ഞർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും അതിന്റെ അനുബന്ധ മേഖലകളെയും അടിസ്ഥാനമാക്കി ശ്രമിച്ചു വരുന്നു. ഔദ്യോഗിക മേഖലയിലും സാംസ്കാരിക മേഖലകളിലും ഒരുപോലെ ഉന്നത ശീർഷനായ K. ജയകുമാർ IAS അധ്യക്ഷനും സാംസ്കാരിക മേഖലകളിൽ പ്രാവീണ്യമുള്ളവരും അടങ്ങുന്ന ഉപദേശക സമിതിയാണ് CDTCയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ കൂട്ടായ പ്രയത്നം കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി ഉയർത്തുന്നതിന് ഗണ്യമായ സംഭാവന നൽകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.